2018 മഹായിടവക സംയുക്ത സമിതിയിൽ നിന്ന് വേറിട്ട ഒരു ഭരണക്രമം ദക്ഷിണ കേരള മഹായിടവകയിൽ വന്നു. ഞാൻ ഏറ്റവും ബഹുമാനിക്കുകയും സ്നേഹിക്കുന്ന അച്ഛന്മാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, ആത്മായ നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, നമ്മുടെ സഭകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ നേതൃത്വം ഭരണത്തിൽ വന്ന് നമുക്ക് അവകാശപ്പെട്ട SIUC വിഭാഗക്കാരന്റെ അവകാശവും സമൂഹത്തിൽ നമ്മെ ഇറങ്ങി നടക്കുവാൻ കാരണവുമായ നമ്മുടെ SIUC സംവരണം നഷ്ടപ്പെടുത്തി. എന്തേ ആ സംവരണം തിരിച്ചു പിടിക്കുവാൻ ശ്രമിക്കാത്തത്? അന്ന് നമ്മുടെ മഹായിടവകയുടെ ജനങ്ങൾ, നമ്മുടെ അച്ഛന്മാർ അറിഞ്ഞോ അറിയാതെ ഒരു തെറ്റ് കാണിച്ചത്. എല്ലാ ഗവൺമെന്റുകളിലും ഒരു നിയമമുണ്ടായിരുന്നു, ഉദ്യോഗസ്ഥരെ മതമേധാവികളാക്കരുത് എന്ന നിയമം. അങ്ങനെ ഒരു ഗവൺമെന്റ് ഓർഡർ ഉണ്ടായിരുന്നു. ആ ഗവൺമെന്റ് ഓർഡറിനെ നിരാകരിച്ച് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ അന്ന് സ്ഥാനത്തിലാക്കി. ആ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഈ പാവപ്പെട്ട ജനതയുടെ സംവരണം നഷ്ടപ്പെട്ടപ്പോൾ കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്ത താൻ ഒപ്പിട്ടാൽ, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഒപ്പിട്ടാൽ തന്റെ ജോലി നഷ്ടപ്പെടുമെന്നുള്ള ഭയത്തിൽ കോടതിയിൽ അപ്പോൾ അഫിഡവിറ്റ് കൊടുത്തില്ല. ഗവൺമെന്റിനെ അത് ബോധിപ്പിക്കുവാൻ ശ്രമിച്ചില്ല. ഗവൺമെന്റ് അതറിഞ്ഞില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞാൻ കാണാൻ പോയപ്പോൾ പറഞ്ഞത് ഇതാണ്: നിങ്ങൾ 40 നിൽക്കുകയല്ലേ? നിങ്ങൾക്ക് അവകാശപ്പെട്ട സംവരണം ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തേ നിങ്ങൾ പ്രതിഷേധിക്കാത്തത്? എന്തേ നിങ്ങൾ കോടതിയിൽ പോകാത്തത്? ഇന്ന് അപ്പോൾ ഒരു തീരുമാനം കോടതി എടുത്തു. SIUC-കാരന്റെ അവകാശമായിരുന്ന SIUC സംവരണം ഇന്ന് കേരളത്തിലുള്ള എല്ലാ ക്രിസ്ത്യൻ വിഭാഗത്തിനും കൂടെ വിഭാഗിച്ചു കൊടുത്തു.